നെഞ്ചനെടുക്കുന്നേ, എന്നെ ഐസി കൊണ്ടുപോവോ മോനെ? അയ്യോ, ഞാനിപ്പോ ചത്തുപോവേ. അയ്യോ, എന്നെ പെട്ടെന്ന് ഐസി കൊണ്ടുപോ. അയ്യോ, ഞാനിപ്പോ ചത്തുപോവേ. എന്റെ നെഞ്ച്. അയ്യോ, 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 അയ്യോ. അയ്യോ, എനിക്ക് വയ്യേ, ഞാനിപ്പോ ചത്തുപോവേ. നെഞ്ചു പൊട്ടി ചത്തുപോവേ. അയ്യോ, അയ്യോ, നൈസ് കേട്ട്, പെട്ടെന്ന് കേട്ട്. അയ്യോ, എനിക്ക് വയ്യേ, ഞാനിപ്പോ ചത്തുപോവേ. നെഞ്ചു പൊട്ടി ചത്തുപോവേ. അയ്യോ, നെഞ്ചു പൊട്ടി ചത്തുപോവേ. അയ്യോ, നൈസ് കേട്ട്. അയ്യോ, പെട്ടെന്ന് കേട്ട്. അയ്യോ, അയ്യോ, എനിക്ക് വയ്യേ, ഞാനിപ്പോ ചത്തുപോവേ. നെഞ്ചു പൊട്ടി ചത്തുപോവേ. അയ്യോ. എന്താ നീ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ? അതിനു മുന്നേ എന്റെ മോൻ ഐസിയുനകത്തായി. അയ്യോ, എന്താ സീമന്തിരി ഇത്? ഇവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കണ്ണം പറഞ്ഞോണ്ടാ ഇവള് മേഘനെ കണ്ടിട്ട് പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ കരുതിയത്. പക്ഷേ ദുർഗയും മഞ്ജുവും കരുണയും ഒക്കെ പറഞ്ഞത് 100% സത്യമാ. ഇവളുടെ തലവെട്ടം കണ്ടില്ല. അതിനു മുന്നേ എന്റെ കുഞ്ഞിന്റെ ഹൃദയം പണിമുടക്കി. കൊച്ചെ, നീ ഇതൊക്കെ കേൾക്കാനായിട്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ഇതുവരെ മേഘേട്ടനെ കണ്ടിട്ടില്ല. കണ്ണേട്ടനാണെങ്കിൽ ഈ അവസ്ഥയിൽ മേഘേട്ടനെ കാണാൻ കുറച്ച് ടെൻഷനുണ്ട്. അതാ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും എന്റെ കൊച്ചൻ നീ ഇങ്ങോട്ട് വരണ്ട. മേഘന് ഇഷ്ടമല്ല നീ ഇങ്ങോട്ട് വരുന്നത്. അതിന് ഞാനും മേഘേട്ടനും തമ്മി ഒരു പരിചയമില്ലല്ലോ മായി. എന്തിനാ നീ പരിചയപ്പെടുന്നത്? ഇത്രയൊക്കെ സംഭവിച്ചത് പോരെ? എന്റെ കുഞ്ഞിന് ഭയങ്കര നെഞ്ചുവേദനയായിട്ടാ അകത്തേക്ക് കൊണ്ടുപോയത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഡോക്ടറെ, ഡോക്ടറെ, എന്റെ മോൻ നോക്കട്ടെ. അയാളുടെ ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയില്ല. കുഴപ്പമില്ലാത്ത ഹാർട്ടും കുഴപ്പമാവും. മനസ്സിനകത്ത് നന്മയില്ലാത്ത ചിലര് വന്ന അയ്യോ, എനിക്ക് നെഞ്ചോനെടുക്കുന്നേ. ഡോക്ടറെ വിളിക്കോ. ഡോക്ടറെ, ഒന്ന് വേഗം ഓടി വാ. എനിക്ക് നെഞ്ചോനെടുക്കുന്നേ. എങ്ങനെയുണ്ട്? നല്ല നെഞ്ചുവേദന ഉണ്ടെന്നാ പറയുന്നത്. അയ്യോ, ECG നോക്കിയിട്ട് വേറെ വേരിയേഷൻ ഒന്നും കാണുന്നില്ല. അയ്യോ, അയ്യോ, പെട്ടെന്നൊരു ഡോസ് കൊടുക്കണം. ശരി ഡോക്ടർ. അയ്യോ, ഡോക്ടറെ, എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നല്ല നെഞ്ചുവേദനയില്ലേ? അയ്യോ, ഇപ്പൊ കുറഞ്ഞു ഡോക്ടറെ. കുഴപ്പമില്ല. ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാലേ എല്ലാം നോർമലാവും. അയ്യോ വേണ്ട ഡോക്ടറെ. അത് താനല്ല തീരുമാനിക്കുന്നത്. അയ്യോ, എന്റെ ഡോക്ടർ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടറെ, അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറ. അയ്യോ, 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 ഡോക്ടറെ വേണ്ട ഡോക്ടറെ. അയ്യോ, ഇതിനത്ര വേദനയൊന്നുമില്ലല്ലോടോ. പിന്നെന്താ? ഇഞ്ചക്ഷൻ ഒന്നും വേണ്ടായിരുന്നു ഡോക്ടറെ. എനിക്ക് അറ്റാക്ക് ഒന്നും ഇല്ല. ഇവിടേക്ക് കൊണ്ടുവരുമ്പോ അറ്റാക്ക് വരുന്ന രോഗികളെക്കാളും വേദനയായിരുന്നു ഇയാൾക്ക്. അതുപോലെയാ കിടന്ന് നിലവിളിച്ചത്. എന്നിട്ട് താൻ പറഞ്ഞാൽ മതി അറ്റാക്ക് അല്ലെന്ന്. എന്റെ ഡോക്ടർ ECGയിൽ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? ECGക്കാണോ തന്റെ തലയ്ക്കാണോ കുഴപ്പമെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഏതായാലും ഇങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ICUലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ ചെയ്യേണ്ടത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ആ വഴിപിഴച്ച ഒരുത്തി കാരണം എനിക്ക് ഒരിടത്തും ജീവിക്കാൻ പറ്റാണ്ടായി. ആ കേസ് ഷീറ്റിംഗ് എടുത്തേ. ഡോക്ടറെ. എന്താടോ? ഡോക്ടറെ, എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. കുറച്ചു നേരത്തേക്ക് ആരെയും ഇങ്ങോട്ട് കടത്തി വിടണ്ട. തന്റെ അച്ഛനും അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. എന്റെ ഡോക്ടർ, അവര് കുറെ നേരത്തെ എന്നെ കണ്ടോണ്ടിരിക്കുവല്ലേ. എനിക്കിപ്പോ തൽക്കാലം ആരെയും കാണാൻ വയ്യ. ഡോക്ടർ ജോർജ് വന്നിരുന്നോ? ഇല്ല സർ. ഡോക്ടർ ജോർജ് നല്ലൊരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇടയ്ക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം.
തനിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്റെ പൊന്നു ഡോക്ടറെ, എനിക്കൊരു മാനസിക കുഴപ്പമില്ല. ഇത് തന്നെയാണ് തന്റെ ഏറ്റവും വലിയ കുഴപ്പം. ശ്ശേ, അയ്യോ. അയ്യോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.